നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങപ്പൂവാണ്. മുരിങ്ങമ്മ നിറയെ പൂത്തു. പക്ഷെ ആ കമ്പ് വീഴാറായപ്പോൾ ഞാനത് വെട്ടി അതിൽ നിന്ന് മുരിങ്ങപ്പൂവ് ഞാനെടുത്ത് പരിപ്പിൻ്റെ കൂടെ ഒരു തോരൻ വയ്ക്കുകയാണ്. പൂവ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പരിപ്പ് പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്കും നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചതോ അരിഞ്ഞതോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇടിച്ച മുളക്, അതായത് നന്നായി പൊടിയായിട്ടില്ല, പകുതി ഇടിച്ച മുളക് ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്ത് കറിവേപ്പിലയിട്ട് പാകത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മുരിങ്ങപ്പൂവും കുറച്ച് തേങ്ങയും അതിനകത്തിട്ട് നന്നായി പാകത്തിന് വേവിച്ചെടുക്കാം. അതിനുശേഷം പകുതി വേവിച്ച പരിപ്പ് അതിലേക്ക് ഇട്ട് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കിയെടുക്കുക. വളരെ ടേസ്റ്റോട് കൂടിയ ഒരു തോരനാണ്. അതുപോലെ തന്നെ എല്ലാ വിറ്റാമിൻസും അടങ്ങിയതാണ് മുരിങ്ങപ്പൂവ്. അപ്പോൾ അതും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. താങ്ക് യു.